ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. അപ്പം ഞാൻ രാവിലെ എണീച്ചപ്പോൾ ഒരു 6:30 ആയി കേട്ടോ എണീക്കാനിന്ന്. ഇന്ന് ഹസ്ബൻഡും പോകാണ്ടായിരുന്നില്ല, എനിക്കും പോകാണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മോൾക്ക് സ്കൂൾ പൂട്ടിയതാണല്ലോ, അപ്പോൾ ഞങ്ങളെല്ലാവരും ഫ്രീ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ നട്ട ചെടികളൊക്കെ പൂവിടുന്നതും അത് കാണുന്നതൊക്കെയാണല്ലോ. അപ്പം നമുക്ക് ആദ്യത്തെ വീഡിയോ അത് കാണാം. പിന്നെ നമുക്ക് എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഞങ്ങളെ കൂടാണ്ട് ആരൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ? ഞങ്ങളുടെ വീട്ടിൽ 2 പശുക്കളുണ്ട്. 3 പേരുണ്ടായിരുന്നു, ഒരാൾ ഈ അടുത്ത ദിവസം കൊണ്ടുപോയി. പിന്നെ 2 പേര് ഈ കാണുന്നതാണ്, ഒന്നെൻ്റെ പാറുക്കുട്ടി, ഒന്നെൻ്റെ ശ്രീക്കുട്ടി. ഇവരുള്ളപ്പം നമുക്ക് ഒരു സമയം പോകുന്ന അറിയില്ല. വെച്ചൂരി പശുക്കളാണ് കേട്ടോ. നമ്മൾ വലിയ ലാഭമൊന്നും പ്രതീക്ഷിച്ച് വളർത്തുന്നതല്ല. നമ്മുടെ ഒരു സന്തോഷം, നമുക്ക് അത്യാവശ്യം പാല് കിട്ടും. ചാണകമൊക്കെ നമ്മുടെ കൃഷികൾക്കൊക്കെ ഉപയോഗിക്കപ്പെടുത്തും. അതുകൊണ്ട് നമ്മൾ വളർത്തുന്നതാണ്. പിന്നെ ഈ ആൾക്കാരെ കണ്ടോ? ഇതാണ് ഞങ്ങളുടെ പുതിയ മെമ്പേഴ്സ്. ഞങ്ങളുടെ വീട്ടിൽ ഈ അടുത്ത ദിവസം ഒരു മാസം ആവുന്നതേ ഉള്ളൂ ഉണ്ടായിട്ട്. പുറത്തിറങ്ങിയിട്ടും തുടങ്ങിയിട്ടില്ല. ഞങ്ങളൊരു കോഴിക്കൂട് പോലെ ഒരു കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കടത്തിയിരിക്കുകയാണ് കേട്ടോ. കാരണം ഒരുപാട് രാത്രിയൊക്കെ ഭയങ്കര ശല്യമാണ്. കുറുക്കൻ ഉണ്ടാവും, വലിയ വലിയ പട്ടികളുണ്ടാവും, പിന്നെ വലിയ കണ്ടംപൂച്ചയും നമുക്ക് ഭയങ്കര ഉപദ്രവമാണ്. ഇവര് വന്ന് കടിച്ചു കൊണ്ടുപോകും. പിന്നെ നമ്മുടെ വീട്ടിൽ ആൺപൂച്ച വേറെ ഉണ്ടെങ്കിൽ അവറ്റോടെ കടിച്ചു കൊടുയും. അങ്ങനെ കുറെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ ഒരു കൂട് ഉണ്ടാക്കിയതാണ്. പക്ഷെ നമ്മുടെ കണ്ടംപൂച്ച ഒന്നും ഇതിനകത്ത് കിടക്കില്ല. ഇപ്പൊ പ്രസവിച്ചത് കൊണ്ട് നമ്മുടെ ലക്കിയുടെ കുട്ടികളാണ് കേട്ടോ ഇത്. അതായി വരുന്ന ആളാണ് നമ്മുടെ ഞാൻ പറഞ്ഞ കക്ഷി, നമ്മുടെ ലക്കിക്കുട്ടി. അവള് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. ഇവളാണ് ഒരു പരമ്പര ഉണ്ടായിരുന്നു. ഒരു 10-15 പൂച്ചയോളം ഞങ്ങളുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു. അതിൽ അവസാനം നിലനിന്ന് പോയൊരു പെൺകൊച്ചാണ് ഇവള്. അവളുടെ പേര് പോലെ തന്നെ അവള് ലക്കിയാണ്. അവളുടെ അച്ഛനെയും അമ്മേനെയും അവളുടെ കൂടെ 3 മക്കളും വേറെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരു പ്രാവശ്യം പട്ടി കടിച്ച് കൊന്നു കളഞ്ഞതാണ്. അതിനുശേഷം ഇവള് മാത്രം ഉണ്ടായിട്ട് അവൾ സർവൈവ് ചെയ്ത് വന്നതാണ് ഇത്രയും കാലം. അപ്പം ഇവൾക്കൊരു മോനും കൂടി ഉണ്ട്. അവനിപ്പോൾ രാത്രി എവിടെയോ തെണ്ടാൻ പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ രാവിലെ വരും. രാവിലെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ രാത്രിയത്തെ ഫുഡും കഴിച്ചിട്ട് അവൻ അങ്ങനെ സ്ഥലം വിടും. ഇതാണ് അവൻ്റെ ഒരു പതിവ്. ഇവനെ ഇവളെപ്പോൾ തന്നെ കാണാനാട്ടോ, കാണാൻ അതേപോലെയുള്ള ഒരാളാണ്. അവൻ ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ വേറെയും 2-3 പേരും കൂടെ പുതിയ അതിഥികളുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണ്. ഞങ്ങൾ വെള്ളച്ചി എന്നാണ് കേട്ടോ അവളെ വിളിക്കുന്നത്. അവൾക്ക് 3 കുട്ടികൾ ഈ മാസം ഉണ്ടായിട്ടുണ്ട്. ഒരു 2 പ്രസവവും തമ്മിൽ 2-3 ദിവസത്തേക്ക് ഇടവേളയേ ഉള്ളൂ. ഇവള് പിന്നെ അങ്ങനെ നമ്മൾ അടുപ്പിക്കില്ല. അവളെ മക്കളെന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര ജീവനാണ്. മക്കളെ ഇപ്പം പിന്നെ കുറച്ചൊക്കെ ഒന്ന് നമ്മളൊന്ന് സമ്മതിക്കുന്നുണ്ട്. അല്ല അടുത്തൊന്നും പോകാൻ സമ്മതിക്കില്ല കുട്ടികളെ. നമ്മൾ കുട്ടീനെ എടുത്തുകൊണ്ട് പോയിക്കാടുമോ എന്നുള്ളൊരു പേടിയാണ് അവൾക്ക്. അപ്പം ഇതുണ്ടോ, 3 പേരുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു കറമ്പത്തി ഉണ്ട്, 2 വെളുമ്പത്തി ഉണ്ട്. അവർ ഭയങ്കര ക്യൂട്ടാണ്. അമ്മേനെ പോലെ തന്നെ ആണ്. പക്ഷേ ഇവളെക്കാളൊക്കെ എനിക്കിഷ്ടം എൻ്റെ ലക്കീനിയാണ് കേട്ടോ.